പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗട്ടിന് അയോഗ്യത നേരിട്ടിരിക്കുകയാണ്. രാഗേഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. രാഗേഷ്, നേരത്തെ അൻസാർ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ചുകൂടി അദ്ദേഹം ഈ സമയത്ത് ഓർമ്മിപ്പിച്ചു പോവുകയായിരുന്നു. നമുക്കറിയാം ബ്രിജ് ഭൂഷണെതിരായി നടന്ന പ്രതിഷേധങ്ങളും അതിൽ മുന്നിൽ നിന്ന് നയിച്ച വിനേഷ് ഫോഗട്ടിനെയും അതിന് പിന്നീട് തുടർച്ചയായി ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഘട്ടത്തിൽ ഒളിമ്പിക് അസോസിയേഷന്റെ നീക്കം അത് വളരെ വാല്യുബിളായി നോക്കിക്കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അസോസിയേഷന്റെ നീക്കം? ഒരു അപ്പീൽ കൊടുക്കുന്നതിനുള്ള സാധ്യത അത് എങ്ങനെയാണ്? ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് ഇനിയും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇനി അപ്പീൽ നൽകിയാൽ പോലും അപ്പീൽ നൽകാൻ സ്വാഭാവികമായ അവസരമുണ്ട്. പക്ഷേ റെസ്ലിംഗ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അത്തരമൊരു പ്രതികരണം ഏതായാലും ഗുസ്തി ഫെഡറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെ അപ്പീൽ നൽകിയാൽ പോലും ഇത്തരത്തിൽ ഒളിമ്പിക് കമ്മിറ്റി, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തീരുമാനത്തിൽ മാറ്റം വരുത്തുമോ എന്ന കാര്യത്തിലും അതിനുള്ള സാധ്യത കുറവാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഓരോ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിൽ താരങ്ങളുടെ ഭാരപരിശോധന നടത്താറുണ്ട്. അങ്ങനെ ഫൈനൽ മത്സരത്തിന് മുമ്പായുള്ള ഭാരപരിശോധനയിലാണ് ഇത്തരത്തിൽ 100 ഗ്രാം കൂടുതലായി രേഖപ്പെടുത്തിയത് കണ്ടെത്തിയത്. ഏതായാലും ഈ ഇന്ത്യൻ ക്യാമ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഏതാണ്ട് 1.5 കിലോയോളം ഭാരം വിനേഷ് ഫോഗട്ടിന് കൂടുതൽ ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മത്സരശേഷം കുറച്ച് കൊണ്ടുവരികയായിരുന്നു എന്നാണ് പ്രതികരണം. അങ്ങനെയാണ് ഈ പരിശോധനയിൽ ഏതായാലും 100 ഗ്രാം വർദ്ധിച്ചത് എന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യം അനുസരിച്ച് വിനേഷ് ഫോഗട്ട് അയോഗ്യയായ ഈ സാഹചര്യത്തിൽ നിലവിൽ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്ന US താരം സ്വാഭാവികമായും സ്വർണ്ണ മെഡൽ ജേതാവും ഒപ്പം തന്നെ നിലവിൽ US താരം ആദ്യ റൗണ്ടിൽ പരാജയപ്പെടുത്തിയ താരവും ഒപ്പം തന്നെ സെമിയിൽ പരാജയപ്പെട്ട താരവും തമ്മിലായിരിക്കും 3ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള വെങ്കല മെഡൽ പോരാട്ടത്തിന് വേണ്ടിയുള്ള മത്സരം നടക്കുക. അതായത് വെള്ളി മെഡൽ വിനേഷ് ഫോഗട്ട് അയോഗ്യയായ സാഹചര്യത്തിൽ വെള്ളി മെഡൽ ഇത്തവണ 50 കിലോഗ്രാം കാറ്റഗറിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമില്ല. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ തീരുമാനം അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇനി അടുത്ത നടപടിക്രമം എന്ന നിലയ്ക്ക് ഗുസ്തി ഫെഡറേഷൻ ഈ വിഷയത്തിൽ അപ്പീൽ നൽകാവുന്നതാണ്. അത്തരത്തിലുള്ള നടപടികൾ ഗുസ്തി ഫെഡറേഷന്റെ ഭാഗത്തുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും ഡൽഹിയിൽ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം കായിക മന്ത്രിയുടെ പരിപാടി നിശ്ചയിച്ചിരുന്നു. ആ പരിപാടി ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയാണ്. ഒപ്പം വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചും വലിയ നിരാശ, വലിയ നിർഭാഗ്യമാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം അവർ വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചത് 3ാമത്തെ ഒളിമ്പിക്സ് ആണ്. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായിരുന്നു വിനേഷ് ഫോഗട്ട്. അന്ന് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മംഗോളിയൻ താരത്തോട് പരിക്കേറ്റുകൊണ്ട്, അതായത് ലീഡ് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് കാൽമുട്ടിന് പരിക്കേറ്റുകൊണ്ട് വിനേഷ് ഫോഗട്ടിന് അന്ന് പുറത്തു പോകേണ്ടി വന്നത്. അന്ന് സ്ട്രക്ചറിലാണ് വിനേഷ് ഫോഗട്ടിനെ കൊണ്ടുപോയത്. പക്ഷേ അതിനുശേഷം നടന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ വിനേഷിന് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഇപ്പോൾ 8 വർഷത്തിന് ശേഷം വിനേഷ് ഫോഗട്ട് വീണ്ടും 2024 പാരീസിൽ വലിയ അട്ടിമറികൾ നടത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ജപ്പാൻ താരത്തെ, അതായത് ഇതുവരെ അന്താരാഷ്ട്ര വേദിയിൽ, രാജ്യാന്തര വേദിയിൽ പരാജയപ്പെടാത്ത ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട്, നിലവിൽ ലോക 1ാം നമ്പർ താരത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിൽ എത്തുന്നു. പക്ഷേ ഫൈനലിൽ ഭാരപരിശോധനയിൽ അത് വിനേഷ് ഫോഗട്ടിന് വീണ്ടും നിർഭാഗ്യം വേട്ടയാടുന്നു. അങ്ങനെ ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വനിതാ ഗുസ്തിയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ഒരു താരമെന്ന് ചോദിച്ചാൽ വിനേഷ് ഫോഗട്ട് തന്നെയായിരിക്കും. പക്ഷേ എല്ലാ കാലത്തും വിനേഷ് ഫോഗട്ടിനെ നിർഭാഗ്യം വേട്ടയാടുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭാരപരിശോധന. ആര്യ, തീർച്ചയായും രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ വിനേഷ് ഫോഗട്ടിന്റെ പിതാവിന്റെ പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക്. क्या बताया गया है आपको? क्या कारण दिया गया है, पर्टिकुलर कारण विनेश को डिस्क्वालीफाई करने का? जो सुबह वजन हुआ था उसका, जो 150 ग्राम वजन फालतू ज़्यादा रह गया, इस कारण वो डिस्क्वालीफाई कर दिया। तो इस सिचुएशन के अंदर क्या इंडियन साइड ने अपनी तरफ से, जो कोचेस थे उन्होंने कुछ कोशिशें की? क्या हुआ? कोई फर्क नहीं पड़ता इससे, कोई फर्क नहीं पड़ता। ये रूल्स के हिसाब से तो ये हो गई, रूल के हिसाब से। इसमें सही गलत की बात नहीं रहती है, मैं समझता हूँ, क्योंकि रूल्स का इसके अंदर पूरा हवाला दिया जा रहा है। बिल्कुल रूल का हवाला। अभी मैं जानता हूँ कि आपके लिए बड़ा मुश्किल क्षण है ये, क्योंकि उस गोल्ड पदक तक इतने नजदीक पहुंच के डिस्क्वालीफाई होना एक बहुत बड़ा झटका है। आपकी आंखों में आंसू, आप ऑलरेडी इतने परेशान नजर आ रहे हैं। अब क्या आगे के लिए क्या रहेगा रणनीति?
बस आगे लिए जो 28 के ओलंपिक के लिए तैयारी करेंगे बस ये। 28 के ओलंपिक की तैयारी करेंगी। अच्छा, आप विनेश से अभी, हालांकि चंद मिनट हुए इस खबर को आए, क्या विनेश से बात हो पाई है या किसी से उस खेमे में बात हो पाई है? क्योंकि आप बता रहे थे आपके भतीजे भी गए हैं वहाँ पे। ना, जो बेटी संगीता है बजरंग उससे समर्थन मिला था। ശ്രീമതി ഷൈനി വിൽസൺ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീമതി ഷൈനി വിൽസൺ, നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറെ നിരാശാജനകമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ നിയമവശം അത്തരത്തിലാണ്. അതിലിനി എന്തെങ്കിലും മാറ്റം വരുമോ, അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്നും നമുക്കറിയുകയുമില്ല. പക്ഷേ വലിയ പ്രതീക്ഷയായിരുന്നു നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്. ഇന്ത്യയുടെ ഒരു വനിത ആദ്യമായി ഇത്തരത്തിൽ ഗുസ്തിയിൽ ഫൈനലിലേക്ക് എത്തി. ആ ഒരു സ്വർണ്ണ പതക്കം നേടുന്നത് കാത്തിരിക്കുന്ന നമ്മളിലേക്കാണ് ഈ വാർത്ത തേടിയെത്തിയത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം ഇന്നലെ കണ്ട് സന്തോഷിച്ച് ഇരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം ജമ്പ് ചെയ്ത് നമുക്ക് ഭയങ്കര ഫൈനലിൽ വരും, ഒരു ഗോൾഡ് മെഡൽ കിട്ടുമെന്നായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചത്. നമ്മളത് കണ്ടുകൊണ്ട് അത്ര സന്തോഷിച്ചിരിക്കുമായിരുന്നു. ഇപ്പൊ ഈ വാർത്ത കേട്ടിട്ട് നമുക്ക് തന്നെ എന്നാ പറയുന്ന ഭയങ്കര ഒരു വിഷമം. അത് ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെയാ, എന്താ പറയണ്ടേന്ന് പോലും അറിയത്തില്ല. അത് ശരിക്കും എന്താ സംഭവിച്ചതെന്നൊന്നും അറിയത്തില്ലല്ലോ. നമുക്ക് ആകെ ഒരു വിഷമം. ഞങ്ങൾ ഇന്നലെ എന്റെ കുടുംബത്തിലെല്ലാരും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് TV ഞങ്ങളെല്ലാം ഇവിടെ കിടന്ന് ജമ്പ് ചെയ്ത് അത്ര ആഘോഷമായിരുന്നു. നമ്മളെല്ലാം ഗോൾഡ് തന്നെ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഇത് കേൾക്കുമ്പോ നമുക്ക് എന്നാ പറയുന്നത്, നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല. തീർച്ചയായും ഷൈനി വിൽസൺ, എന്തായാലും ഈ നിർഭാഗ്യവശാൽ അത്തരത്തിൽ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയെങ്കിലും നമുക്ക് വിനേഷ് ഇതുവരെ എത്തി, ഈ ഫൈനൽസ് വരെ എത്തിയിട്ടുള്ള ആ മത്സരങ്ങളിലെ മികവ് അത് എടുത്തു പറയേണ്ട ഒരു ഘട്ടം കൂടിയാണ്. ശരിക്കും വിജയിച്ചു തന്നെയാണ് വിനേഷ് മടങ്ങുന്നത്. സെമി ഫൈനൽസ് അടക്കമുള്ള മത്സരങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ അങ്ങനെ തന്നെ പറയണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ ഗോൾഡ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ എന്നാ പറയുന്നേ, നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. നമുക്കാകെ നമ്മള് സ്പോർട്സുകാരി എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ സങ്കടം, അത് എന്നാ പറയുന്നത്, നമുക്ക് പറ്റിയതുപോലെ എനിക്കിപ്പോ തോന്നുന്നു. അതാകെ ഒരു വിഷമം. ശരിയെന്നാ, ഓക്കെ. ശരി ശ്രീമതി ഷൈനി വിൽസൺ, താങ്കളുടെ വികാരം മനസ്സിലാക്കുന്നു. എന്തായാലും വളരെ നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഒരു സ്പോർട്സ് താരം എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് എത്രത്തോളം വേദനാജനകമാണ് എന്നുള്ളത്. രാഗേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാഗേഷ്, ഇപ്പോൾ ഷൈനിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. അതിനു മുമ്പ് വിനേഷിന്റെ പിതാവിന്റെ പ്രതികരണം കേട്ടു. അദ്ദേഹത്തിനും വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നിയമവശങ്ങൾ അത്തരത്തിൽ തന്നെയാണ്. ഇനി വരുന്ന ഒളിമ്പിക്സിൽ നമുക്ക് നോക്കാം എന്നുള്ളതായിരുന്നു വിനേഷിന്റെ അച്ഛന്റെ പ്രതികരണം വന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു, അൻസാർ അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ നിർഭാഗ്യ താരമെന്നോ നഷ്ട നായികയെന്നോ അത്തരത്തിൽ വേണം നമുക്ക് വിനേഷിനെ ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാൻ എന്ന് തോന്നിപ്പോകും. കാരണം വിനേഷിന്റെ ഒരു ചരിത്രം, മത്സരങ്ങളൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇയാറിന് വ്യക്തിപരമായി കൂടി അറിവുള്ള കാര്യമാണ്. അതായത് റിയോ ഒളിമ്പിക്സിൽ നേരിട്ട ആ ഒരു നിർഭാഗ്യം, അതിനുശേഷം ഇയാറുമായിട്ട് ഇത്തരത്തിൽ ഒരു അഭിമുഖം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു വിനേഷ്. ഇത്തരത്തിലുള്ള നിർഭാഗ്യം കൊണ്ട് നേരിടേണ്ടിയ അവസരങ്ങൾ നഷ്ടമാകുന്ന വേളയിലൊക്കെ ഏത് തരത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളെയൊക്കെ വിനേഷ് നേരിട്ടിട്ടുള്ളത്? തീർച്ചയായും. കാരണം ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടുന്ന ഇന്ത്യൻ വനിതാ താരം സാക്ഷി മാലിക്കാണ്. പക്ഷേ ലോകവേദികളിൽ ഇന്ത്യക്കായി കൂടുതൽ മെഡൽ നേടിയ താരമെന്ന് ചോദിച്ചാൽ അത് വിനേഷ് ഫോഗട്ട് തന്നെയായിരിക്കും. കാരണം കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടുന്ന ഇന്ത്യൻ താരം, ഏഷ്യൻ ഗെയിംസിൽ തുടർച്ചയായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം, ലോക ചാമ്പ്യൻഷിപ്പുകളിൽ മെഡൽ, അങ്ങനെ തുടർച്ചയായി ഒരു സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ച വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പാരീസ് ഒളിമ്പിക്സിലേക്ക് പോകുന്ന സമയത്ത് അതിന് യോഗ്യതാ റൗണ്ടുകൾ നടക്കുന്ന ഘട്ടത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് അടക്കമുള്ളവർ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരരംഗത്തുണ്ടായിരുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും, സമരരംഗത്ത് ഉണ്ടായിരുന്ന ഘട്ടത്തിൽ പോലും നിയന്ത്രണങ്ങൾ കൈവിടാതെ തന്നെ വിനേഷ് ഫോഗട്ടിന് ഇത്തരത്തിൽ യോഗ്യതാ മത്സരത്തിൽ പങ്കെടുക്കാനും ട്രയൽസിൽ മറികടക്കാനും വിനേഷ് ഫോഗട്ടിന് സാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ റിയോയിൽ, ഇപ്പോൾ ആര്യ സൂചിപ്പിച്ച പോലെ റിയോയിൽ ഉറപ്പിച്ച മെഡലാണ് വിനേഷിന് നഷ്ടപ്പെട്ടത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഒരു വൈകാരികമായ അടുപ്പം ഒരുപക്ഷെ ഇത്തവണത്തെ മത്സരങ്ങൾക്ക്, ഇത്തവണത്തെ വിജയത്തിന് വിനേഷ് ഫോഗട്ടിന് ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം റെസ്ലിംഗ് ഫെഡറേഷനുമായുള്ള, പ്രത്യേകിച്ച് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗുമായുള്ള തർക്കം, അദ്ദേഹത്തിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം, ആ സമരത്തെ പോലീസും ഒപ്പം തന്നെ സർക്കാരും ഒക്കെ നേരിട്ട രീതി, അതൊക്കെ തന്നെ ആണ് വൈകാരികമായി വിഷയത്തെ, അല്ലെങ്കിൽ
ഈ പാരീസ് ഒളിമ്പിക്സിനെ വിനേഷിനെ അടുപ്പിക്കുകയും ചെയ്തത്. ഏതായാലും അതിനെല്ലാം സംബന്ധിച്ച് ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അടക്കം നോക്കുകയാണെങ്കിൽ രാജ്യം ഒന്നാകെ വിനേഷ് ഫോഗോട്ടിനൊപ്പം നിൽക്കുന്ന കാഴ്ച, ഒപ്പം തന്നെ വിനേഷ് ഫോഗോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഗോതയ്ക്കകത്തും പുറത്തും നടത്തിയ ഇടപെടലുകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പ്രശംസ അടക്കം നേടുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു തിരിച്ചടി ഏതായാലും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിനേഷ് ഫോഗോട്ടിന്റെ കോച്ചിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രതികരണം കൂടി, ഇന്ത്യൻ കോച്ചിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. വീരേന്ദ്ര സിംഗ് ദഹിയ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സൈക്ലിംഗ് ഉൾപ്പെടെയുള്ളവ, ജോഗിംഗ് ഉൾപ്പെടെയുള്ളവ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഭാരം നിയന്ത്രിക്കാനുള്ള കഠിന പരിശീലനം വിനേഷ് ഫോഗോട്ട് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് ശേഷം വലിയ പ്രയത്നം വിനേഷ് ഫോഗോട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ പരിശോധനയിൽ ഏതാണ്ട് 100 ഗ്രാം കൂടിയത് എന്നൊരു പ്രതികരണമാണ് ഇപ്പോൾ കോച്ചിന്റെ ഭാഗത്തുനിന്നായി പുറത്തു വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യൻ സംഘം ഇപ്പോൾ വ്യക്തമാക്കിക്കുന്നത് വിനേഷ് ഫോഗോട്ടിന്റെ സ്വകാര്യതയെ മാനിക്കണം എന്ന പ്രതികരണം കൂടി ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഭാര പരിശോധനയ്ക്ക് ശേഷം 100 ഗ്രാം കൂടിയ ഘട്ടത്തിൽ തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി മുമ്പാകെ ഇന്ത്യൻ സംഘം ഒരു അഭ്യർത്ഥന നടത്തി. അതായത് വിനേഷ് ഫോഗോട്ടിന് വീണ്ടും ഒരു അവസരം നൽകണം, ഭാര പരിശോധന വീണ്ടും നടത്തണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചില്ല. അത് അംഗീകരിക്കാതിരിക്കുന്ന നടപടിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും വിനേഷ് ഫോഗോട്ടിന് ഈ മെഡൽ നഷ്ടമാവുകയാണ്. ഈ ഉണ്ടാകാൻ പോകുന്ന നടപടിക്രമം 50 കിലോഗ്രാം കാറ്റഗറിയിൽ, അതായത് വിനേഷ് ഫോഗോട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെള്ളി മെഡൽ ഉണ്ടാകില്ല. പകരം വിനേഷ് ഫോഗോട്ട് ഫൈനലിൽ ഇന്ന് രാത്രി നേരിടേണ്ടിയിരുന്ന US താരത്തിന് സ്വർണ്ണ മെഡൽ ജേതാവാകും. ഒപ്പം തന്നെ വെങ്കല മെഡൽ സ്ഥാനവും പ്രഖ്യാപിക്കും. പകരം വെള്ളി മെഡൽ ഏതായാലും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഓരോ മത്സരം കഴിഞ്ഞാലും പ്രത്യേകം മത്സരത്തിന് മുമ്പും ഇത്തരത്തിൽ ഭാരം പരിശോധിക്കുന്ന രീതിയുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ 50 കിലോഗ്രാമിനുള്ളിൽ ഭാരം നിലനിർത്താൻ വിനേഷ് ഫോഗോട്ടിനെ സാധിച്ചിരുന്നെങ്കിൽ ഈ അവസാന മത്സരത്തിന് പോകുന്ന മുമ്പുള്ള പരിശോധനയിലാണ് 100 ഗ്രാം വർധന. അത് വലിയ തിരിച്ചടിയായി രാജ്യത്തിന് ഒന്നായൊക്കെ തന്നെ മാറിയത്. ആര്യ. അതെ രാകേഷ്, അതായത് നേരത്തെ അൻസാർ സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ച കാര്യമുണ്ട്. അതായത് മനഃപൂർവ്വമായിട്ടല്ലെങ്കിൽ പോലും ഉണ്ടാകുന്ന ചെറിയ, നമ്മുടെ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ കാര്യങ്ങൾ പോലുമാണ് ഇത്തരത്തിൽ 100 ഗ്രാം വർധനവ് എന്നൊക്കെ പറയുന്നത്. അത്രത്തോളം മൈന്യൂട്ടായിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ ആണ്. പക്ഷേ വിനേഷിന്റെ സാഹചര്യം എടുത്താൽ, വിനേഷിന്റെ സാഹചര്യം, അതായത് ഇന്നലെ നടന്ന മത്സരം, അതിനുശേഷം സ്വാഭാവികമായും ഉണ്ടാകുന്ന ക്ഷീണം, അതിനെ തുടർന്ന് അധികമായി വെള്ളം എടുക്കേണ്ടി വരിക, ഒരുപക്ഷെ ഭക്ഷണം കഴിക്കേണ്ടി വരിക, അങ്ങനെ ഒരു സാഹചര്യം ആണ് വിനേഷിനെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ കരുതണം, അല്ലേ? ആര്യ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത അപ്പീൽ നൽകുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്ര കായിക മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു, ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് അത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടക്കുന്നു. പ്രത്യേകിച്ച് ഈ നടപടി പുനഃപരിശോധിക്കണം, വിനേഷ് ഫോഗോട്ടിന് വീണ്ടും ഭാര പരിശോധന തെളിയിക്കാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ കടക്കുകയാണ്. അത്തരം സൂചനകളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഏതായാലും പുറത്തു വരുന്നത്. ഒപ്പം തന്നെ പാർലമെന്റിലും ഈ വിഷയം ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് കായിക മന്ത്രാലയവും കേന്ദ്ര സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷവും. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പത്മിനി തോമസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പത്മിനി, എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ ഒരു വിഷയത്തിൽ ഒരു ശുഭകരമായ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. റെസ്ലിംഗ് ഫെഡറേഷൻ അപ്പീൽ നൽകുമെന്നുള്ളത്. പക്ഷേ അത്ഭുതം സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നിരുന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് വിനേഷ് ഫോഗട്ടിന്റെ നേരിട്ട ഈ അയോഗ്യത അത് വളരെ വലിയ നിരാശ സമ്മാനിക്കുന്നതാണ്, അല്ലേ? നമുക്കൊക്കെ ഏറെ പ്രതീക്ഷയായിരുന്നു ഒരു മെഡൽ എന്നുള്ളത്. വിനേഷിനെ സംബന്ധിച്ച് എന്താ എനിക്ക് പറയാനെന്ന് പോലും അറിഞ്ഞുകൂടാ. ഏതായാലും നമ്മുടെ വിദേശ മന്ത്രാലയവുമായിട്ട് ഇടപെട്ട് അതിനെ പെട്ടെന്ന് ആ കുട്ടിക്കോട് പങ്കെടുക്കാൻ കാര്യം. ശ്രീമതി പത്മിനി, എന്തായാലും താങ്കളുടെ ടെലിഫോൺ ലൈനിൽ ചില തടസ്സങ്ങൾ നേരിട്ടു. എന്തായാലും ആ വികാരം മനസ്സിലാകുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും വളരെ വലിയ നിരാശ നൽകിയ വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. ER നമുക്കൊപ്പം തുടരുന്നുണ്ട്. ER, എന്തായാലും അപ്പീൽ നൽകുന്നു എന്നുള്ള ശുഭസൂചന ലഭിക്കുമ്പോൾ ഈ പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത എത്രത്തോളം ഉണ്ടാകും ഈ അപ്പീൽ പരിഗണിച്ചുകൊണ്ട്?
അപ്പീൽ നൽകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ ഏതായാലും കേന്ദ്ര സർക്കാർ പരിഗണിക്കുകയാണ്. കേന്ദ്ര കായിക മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, കൂടിയാലോചനകൾ നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഒപ്പം തന്നെ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷം. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കും. കാരണം രാജ്യത്തിന് ഒന്നാകെ അഭിമാനമായി മാറിയ താരമാണ് വിനേഷ് ഫോഗട്ട്. മാത്രവുമല്ല ശ്രദ്ധേയമായ പ്രകടനം ഈ ടൂർണമെന്റിൽ, ഈ ഒളിമ്പിക്സിലുടനീളം കാഴ്ചവെക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് ഉറപ്പായും ലഭിച്ചൊരു മെഡലാണ് ഇത്തരത്തിൽ 100 ഗ്രാം ഭാരം കൂടി എന്ന പേരിൽ നഷ്ടപ്പെടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു നീക്കം ഗുസ്തി ഫെഡറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. കേന്ദ്ര സർക്കാർ അത്തരമൊരു നിർദ്ദേശം ഗുസ്തി ഫെഡറേഷൻ നൽകാനാണ് സാധ്യത. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ അപ്പീൽ നൽകിയാൽ പോലും അതിനെ എങ്ങനെ IOA അല്ലെങ്കിൽ IOC എടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ തീരുമാനം ഇപ്പോൾ നിലവിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി തന്നെ അറിയിച്ചിരിക്കുകയാണ്. വിനേഷ് ഫോഗട്ട് അയോഗ്യയാണെന്നത്. അപ്പോൾ അത്തരത്തിൽ അപ്പീൽ നൽകിയാൽ പോലും എന്തായിരിക്കും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ തീരുമാനം എന്നുള്ളത് നിർണായകമാണ്. ഒരുപക്ഷെ ആ തീരുമാനം മാറ്റാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ അങ്ങനെ തീരുമാനം മാറ്റുകയാണെങ്കിൽ അത് വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും മികച്ചൊരു അവസരമായി മാറും. ഏതായാലും ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ആര്യ, തീർച്ചയായും ER രാഗേഷാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഇന്ത്യ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക്, ആലോചനകളിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ ഏത് തരത്തിൽ അത് പരിഗണിക്കപ്പെടാതെ പോകാനുള്ള സാധ്യതകളാണ് കൂടുതലായി ഉള്ളത്. ഒരു പുനഃപരിശോധനയ്ക്കുള്ള സാധ്യത മുന്നിൽ കാണുന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നിരുന്നാൽ പോലും ER നമ്മൾ ഇപ്പോൾ അപ്പീൽ തള്ളിപ്പോയി വിനേഷ് പങ്കെടുക്കാതെ മടങ്ങുകയാണെങ്കിലും നമുക്ക് വിജയിയായി തന്നെ പ്രഖ്യാപിക്കണം. അത്തരത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ താരത്തെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ സെമിയിലടക്കം വിനേഷ് നേടിയിട്ടുള്ള ആധികാരികമായ വിജയം, അതിനെ നമുക്ക് കൂടുതലായി ഓർത്തെടുക്കേണ്ട ഒരു സമയം കൂടിയാണിപ്പോൾ. ആര്യ, തീർച്ചയായും വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമുള്ള വഴിയായിരുന്നില്ല ഇത്തവണത്തെ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. കാരണം വിനേഷ് ഫോഗട്ട് 2016 റിയോ ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ടിന്റെ വെയിറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 48 കിലോഗ്രാം ആയിരുന്നു. അന്ന് ആ കിലോഗ്രാമിൽ ശ്രദ്ധേയമായ പ്രകടനം വിനേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ വിനേഷ് ഫോഗട്ട് മത്സരിച്ചത്, അതിനുശേഷവും എല്ലാം വിനേഷ് ഫോഗട്ട് മത്സരിച്ചെന്ന കാറ്റഗറി 53 കിലോഗ്രാം ആയിരുന്നു. പക്ഷേ ഇത്തവണ 53 കിലോഗ്രാമിൽ ഇന്ത്യയിൽ നിന്ന് യോഗ്യത നേടിയ അന്തിം ഫഗൽ ഇത്തവണ യോഗ്യത നേടിയിരുന്നു. തുടർന്നാണ് വിനേഷ് ഫോഗട്ട് ഭാരം കുറച്ചുകൊണ്ട് 50 കിലോഗ്രാം കാറ്റഗറിയിലേക്ക് മാറുന്നത്. പക്ഷേ 50 കിലോഗ്രാം കാറ്റഗറിയിൽ വിനേഷ് ഫോഗട്ട് പ്രീ ക്വാർട്ടറിൽ നേരിട്ട മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സംഘം ഒട്ടും ജയപ്രതീക്ഷ വെച്ചു പുലർത്തിയതില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ജപ്പാൻ താരമായിരുന്നു എതിരാളി. സുസാക്കി, ജപ്പാൻ താരം യുയി സുസാക്കി എതിരാളിയായിരുന്നു. യുയി സുസാക്കി നിലവിലെ ഒളിമ്പിക്സ് മെഡൽ ജേതാവാണ്, സ്വർണ്ണ മെഡൽ ജേതാവാണ്, നിലവിലെ ലോക ചാമ്പ്യനാണ്. അന്താരാഷ്ട്ര തലത്തിൽ രാജ്യാന്തര വേദിയിൽ ഒരു ആളോട് പോലും തോൽക്കാത്ത താരം കൂടിയാണ്. അത്തരം ഒരു ട്രാക്ക് റെക്കോർഡുള്ള താരത്തിനെതിരെയാണ് വിനേഷ് ഫോഗട്ട് വിജയം കരസ്ഥമാക്കിയത്. അതും പ്രത്യേകിച്ച് ഈ മത്സരം തീരാൻ ഏതാണ്ട് 20 സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കുകയാണ് 3 പോയിന്റ് നേടിക്കൊണ്ട് ആ താരത്തെ മറികടക്കുന്നത്. പിന്നീട് ക്വാർട്ടർ ഫൈനലിലും സമാനമായ പ്രകടനം വിനേഷിന്റെ ഭാഗത്തുനിന്നുണ്ടായി. സെമി ഫൈനലിൽ ക്യൂബൻ താരമായ ഗുസ്മനെ പരാജയപ്പെടുന്നത് ആധികാരികമായ വിജയമാണ് ഗുസ്മനെതിരെ നേടിയത്. ഏതാണ്ട് 5 പോയിന്റുകൾ വിനേഷ് ഫോഗട്ട് നേടുമ്പോൾ എതിരാളിക്ക് ഒരു പിഴവ് പോലും, അല്ലെങ്കിൽ എതിരാളിക്ക് ഒരു പോയിന്റ് പോലും നേടാൻ കഴിയാത്ത പ്രകടനം വിനേഷിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു. അത്തരത്തിൽ ആധികാരികമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഈ ടൂർണമെന്റിലുടനീളം മത്സരരംഗത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഫൈനലിൽ ഇറങ്ങുമ്പോൾ ഉറപ്പായും ഇന്ത്യ വിനേഷ് ഫോഗട്ട് സ്വർണ്ണ മെഡൽ നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഭാര പരിശോധന 100 ഗ്രാം എന്നുള്ളത് ഒരു വില്ലനായി മാറുന്നതും വിനേഷ് ഫോഗട്ട് അയോഗ്യതയാവുകയും ചെയ്യുന്നത്. തീർച്ചയായും അത് വിനേഷ് ഫോഗട്ടിന്റെ മാത്രം ഒരു തിരിച്ചടിയല്ല, ഇന്ത്യ ഒന്നാകെ, കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ഒന്നാകെയുള്ള തിരിച്ചടിയായി തന്നെ ഇതിനെ കാണാം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഗുസ്തിയിൽ ഒളിമ്പിക് വേദിയിൽ ഒരു വനിതാ താരം ആദ്യമായി ഫൈനലിൽ എത്തുന്നു എന്നാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഗുസ്തി മൊത്തം എടുക്കുകയാണെങ്കിൽ, പുരുഷ വിഭാഗം എടുക്കുകയാണെങ്കിൽ പോലും സുശീൽ കുമാർ നേരത്തെ വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അതിനുശേഷം വെള്ളി മെഡൽ